പാലക്കാട് ഇപ്പോൾ ഇരട്ടി ആവേശത്തിലാണ്. കൊയ്ത്തു കഴിഞ്ഞ വയലുകൾ ഉത്സവപ്പറമ്പാകുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വന്നെത്തിയത്. പൂരപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് വിശേഷം തേടിയാണ് മിസിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയുടെ ഇന്നത്തെ യാത്ര. മിസസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി യാത്ര ചെയ്തിപ്പോൾ പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. ആലത്തൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കാട്ടുശ്ശേരി ക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന്. അപ്പം ആ ഒരു കാഴ്ചകളും കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ വന്നപോലെ ഗംഭീരമായിട്ടുള്ള ഉത്സവം നടക്കുകയാണ്. നല്ല മേളം നടക്കുന്നുണ്ട്, വലിയ തിരക്കുണ്ട്, നല്ല പന്തൽ, മനോഹരമായ ഒരു പന്തലുണ്ട്. ഈ നാട് മുഴുവനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചു കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. പക്ഷേ രണ്ട് ദേശങ്ങളുടെ ഉത്സവം കൂടെ, രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ഒരു ഉത്സവം കൂടിയാണ്. വലിയൊരു ഉത്സവം. ഞങ്ങൾ ശരിക്കും ഡൽഹിയിൽ നിന്നാണ് വന്നേക്കുന്നത്. ഞങ്ങളൊരു ഇലക്ഷൻ കവറേജിൽ എത്തിയതാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് തിരുവനന്തപുരം മുതൽ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ഉത്സവം കാണുന്നത്. ഇത് വന്നത് മീനമാസത്തിലെ അത്തം നാളില് ഭഗവതിയുടെ പിറന്നാളാണ്, പുതുക്കുടങ്ങര ഭഗവതി. ഇപ്പൊ രണ്ട് പുതിയംഗം കാട്ടുശ്ശേരി പറഞ്ഞ രണ്ട് ദേശക്കാര് ഭഗവതിയെ പോയി നമസ്കരിച്ചു വരുന്ന ഒരു ചടങ്ങാണത്. അത് മീനത്തിൽ അത്തം നാളിലാണ് അത് വരുന്നത്. മേളം കൊഴുക്കും ഗംഭീരമേളാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു മേളം കഴിഞ്ഞ് വെടിക്കെട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത വലിയ മേളം. ഇവിടുന്ന് തുടങ്ങി ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലേക്ക് ഇവിടുന്ന് 7 ആനത്തോടു കൂടി ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലും. കേരളത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മേളം കൂടിയാണ്. അത് രണ്ടും ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ പൂരം വേല എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഹരല്ലേ. രാഷ്ട്രീയം അത് ഒരു വഴി കൂടെ പോണു. ഇത് കഴിഞ്ഞാൽ ഇലക്ഷന്റെ തിരക്കായി. അതിനും ഒരു കാത്തിരിപ്പ്. തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ ആലത്തൂരില് രണ്ടുപേരും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക? നല്ല വാശിയാണ്. പിന്നെ ഇവിടുത്തെ ഈ ഉത്സവത്തിന് കാണുന്ന അതേ വാശി അതിലുണ്ടാവും. ഇതാ ഒരു ചേട്ടൻ നമ്മളെ വിഷ്വലൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഉത്സവം? അടിപൊളി. കാവശ്ശേരി, പുതിയംഗം, കാട്ടുശ്ശേരി, നാളെ നെന്മാറ, വല്ലങ്ങി, ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ നാളുകൾ അടിപൊളിയാണ്. തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ അങ്ങപ്പുറമായിരിക്കും. ആലത്തൂര് മിക്കവാറും UDF ആയിരിക്കും വിചാരിക്കുന്നു. എന്തായാലും നല്ല വാശിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉത്സവം കൂടി നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അത്? അത് അത്ര ചൂട് പിടിച്ച് കാണാനില്ല ഈ ഏരിയയില്. ഇവിടെ അത്ര ചൂട് എത്തിയിട്ടില്ല. ഇനി ആയിരിക്കാം. ഉത്സവത്തിന്റെ ചൂടിലാണല്ലേ? അതെ അതെ. എങ്ങനെയാ ഒരു കാറ്റ് ഇത്തവണ? ഈ പ്രാവശ്യം LDF UDF ഒന്നും അറിയണില്ല. അതിലൊരാളായിരിക്കും. ഈ ഉത്സവത്തിന്റെ ഒരു വാശി പോലെ അവിടെ ഇങ്ങനെ വാശി. ഇതാ വെടിക്കെട്ടൊക്കെ തുടങ്ങുകയാണ്. ഗംഭീരമായ വെടിക്കെട്ട്. അതിനെ കാത്തു നിൽക്കുന്നവരാണ് ഇവിടെ കൂടുതലും. ഇലക്ഷൻ ചൂടിലാണ് ഞങ്ങള് ആലത്തൂരുകാര്. അങ്ങനെ പറയാൻ പറ്റൂല. രണ്ടും പ്രവചിക്കാൻ പറ്റില്ല. മനോഹരമായ ഉത്സവമാണ്. നമുക്ക് കാണാം വെടിക്കെട്ട് ഒരു സൈഡില്. ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തു നിന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ പാലക്കാട് നിന്ന് ഉത്സവം കണ്ട്, ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു ദേശത്തിന്റെ ഇനി നമുക്ക് പോകുന്ന വഴിക്കും ഒരുപാട് ഉത്സവങ്ങളും വേലകളും ഒക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ കൂടിയുള്ള ദിവസങ്ങളാണ്. ഒത്തുചേരാനുള്ള ഒരു അവസരമാണ്. പല നാട്ടിൽ നിന്നുള്ളവർ, രണ്ട് നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് മിസിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയുടെ യാത്ര മുന്നോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.